ജലീൽ, എന്താണ് സൗദിയിലെ ഇപ്പോഴത്തെ സാഹചര്യം? റിഫൈനറിക്ക് നേരെയുണ്ടായ ആക്രമണം, സൗദി ഈ കാര്യങ്ങളിൽ ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുക എന്നതാണോ? അതല്ല ഇതിൽ ഈ സൗദിയാണ് ആദ്യമായി തന്നെ ഈ രാജ്യങ്ങൾക്ക് അവരവരുടെ അധികാരത്തെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യതയുണ്ട്, അവകാശമുണ്ടെന്ന പ്രതികരണം നടത്തിയത്? അപ്പോൾ ഒരു ഇറാന്റെ ഈ പ്രത്യാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ മറ്റെന്തെങ്കിലും തീരുമാനങ്ങളിലേക്ക് സൗദി കടക്കുമോ? GK, ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ഒരു പ്രത്യേകതകളിൽ ഒന്ന് സൗദിക്കെതിരെ വീണ്ടും ഇറാൻ ആക്രമണം ആരംഭിച്ചു എന്നുള്ളതാണ്. 2 തവണയാണ് ഇന്ന് ഇറാന്റെ ആക്രമണം സൗദിക്ക് നേരെ മാത്രം ഉണ്ടായത്. അത് ഒന്ന് റിയാദ് മേഖലയിലും 2 കിഴക്കൻ പ്രവിശ്യയിലുമാണ്. നേരത്തെ ആദ്യഘട്ടത്തിലും ഇതുപോലെ റിയാദ് മേഖലയിലും കിഴക്കൻ പ്രവിശ്യയിലും തന്നെയാണ് ആക്രമണം ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ കാര്യമായ ആക്രമണമൊന്നും ഇല്ലായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത്. അത് സൗദിയിലെ റസ്റ്റന്നൂറ, കിഴക്കൻ പ്രവിശ്യയിലുള്ള റസ്റ്റന്നൂറ അറാംകോ ഈ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 2 ഡ്രോണുകൾ സൗദി പ്രതിരോധ സേന തകർത്തു. ഇതിൽ ഈ ഡ്രോണുകൾ വീണ് അറാംകോയിൽ ചെറിയ രൂപത്തിലുള്ള തീപിടുത്തം ഉണ്ടായിരുന്നു. അത് കൺട്രോൾഡ് ആണ്, നിയന്ത്രണ വിധേയമാണ്. എന്നാൽ ചില ഭാഗങ്ങൾ സാധാരണ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വീണതായും സൗദി പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത് അൽഖർജിലുള്ള, അതായത് റിയാദിന് ഏതാണ്ട് 90 കിലോമീറ്റർ അകലെ അൽഖർജിലുള്ള പ്രധാനപ്പെട്ട എയർബേസ് ആയ പ്രിൻസ് സുൽത്താൻ എയർബേസിലാണ് ആക്രമണം ഉണ്ടായത്. 5 ഡ്രോണുകളാണ് ഇതിന് നേരെ വന്നത്. ഈ 5 ഡ്രോണുകളും തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയം വക്താവ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇത്തരം നീക്കങ്ങളെ ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുമെന്നും തിരിച്ചടിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള അവകാശം സൗദിക്കുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ട്. പ്രിൻസ് സുൽത്താൻ എയർബേസ് എന്ന് പറയുന്നത് റിയാദ് ഭാഗത്ത് മരുഭൂമിയിൽ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മേഖലയിൽ സൗദി അമേരിക്ക സഹകരണത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു താവളം കൂടിയാണ് ഈ പ്രിൻസ് സുൽത്താൻ എയർബേസ്. അവിടെയാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്, 2ാമത് ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇത് ഇന്ന് രാവിലെ നടന്ന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ തുടർന്ന് കാര്യമായിട്ട് ആ മേഖലയെ ബാധിച്ചിട്ടില്ല. എണ്ണ വിതരണവും എണ്ണ ഉൽപാദനവും സാധാരണ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് സൗദി ഊർജ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. സൗദിയിലെ ജനജീവിതമെല്ലാം സാധാരണ നിലയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ സൗദി എയർലൈൻസ് ഇപ്പോൾ പ്രധാനമായും അറിയിച്ചിരിക്കുന്നത് ഈവൻ ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ, ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകളിൽ യാതൊരു മാറ്റവും ഇല്ല. സൗദി എയർലൈൻസിന്റെ സർവീസുകൾ ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ജലീൽ, നേരത്തെ ഈ സൗദിയെ ലക്ഷ്യമിട്ടുണ്ടായ 2 ആക്രമണങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ സൗദിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ, ആ ടൈസ് കൂടുതൽ കരുത്തുള്ളതായി മാറ്റുക എന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ്. അങ്ങനെ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന, അല്ലെങ്കിൽ അമേരിക്കയുമായി ചേർന്നുകൊണ്ടിരിക്കുന്ന സൗദിയെ ആ അർത്ഥത്തിൽ കൂടി ഇറാൻ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന് കരുതണമോ? അതിനുള്ള സാധ്യത നമുക്കറിയാം. ഈ അബ്രഹാം ഉടമ്പടി ഒപ്പിട്ട UAE-യും ബഹ്റൈനും അതിന്റെ ഭാഗമായി. എന്നാൽ സൗദി കൂടി അതിന്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ ഗസയിൽ ആക്രമണം ഉണ്ടാകുന്നത്. അതിനുശേഷം സൗദി അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സൗദിയെ അടുത്ത് നിർത്താൻ അമേരിക്കയും അതോടൊപ്പം തന്നെ സൗദിയുമായി പിണങ്ങാതിരിക്കാൻ ഇറാനും ഉള്ള ഒരു ശ്രമങ്ങൾ പല തവണ പല രീതിയിൽ നടന്നിരുന്നു. നമുക്കറിയാം, നേരത്തെ സൗദിയും ഇറാനും തമ്മിലുണ്ടായിരുന്ന ബന്ധം വളരെ മോശമായിരുന്നു. നയതന്ത്ര ബന്ധം കുറെ കാലം ഇല്ലായിരുന്നു. ആ സമയത്ത് യമനിലെ ഹൂത്തികളെ ഉപയോഗിച്ചുകൊണ്ട് സൗദിക്ക് നേരെ നിരന്തരം ആക്രമണങ്ങളും ഉണ്ടായി. എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെ അതോടൊപ്പം തന്നെ സൗദി യമൻ അതിർത്തികളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഈ ഹൂത്തികളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതിനുശേഷമാണ് സമാധാന ശ്രമങ്ങളും ചർച്ചകളൊക്കെ നടക്കുന്നതും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുന്നതും അതിനുശേഷം ഹജ്ജ് തീർത്ഥാടകർക്ക് പ്രയാസം ഇല്ലാതെ വരാനും അതോടൊപ്പം തന്നെ ഈ ഇരു രാഷ്ട്രങ്ങളുടെ നേതാക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനം നടത്തുകയൊക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും സൗദിയും
ഇറാനും തമ്മിലുള്ള ഇത്ര ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അമേരിക്ക ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതും അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നതും. ഗോപി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.